സുഹൃത്തുക്കളെ, ഒരു സന്തോഷ വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. RRB പുതിയ നോട്ടിഫിക്കേഷൻസുമായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 3058 ഒഴിവുകളോടെ +2 പാസ്സാണ് അടിസ്ഥാന യോഗ്യത എന്നാണ് ഏറ്റവും സന്തോഷകരമായ വാർത്ത. കാറ്റഗറി നമ്പർ 07/2025 ആണ്. ഒഴിവുകളിൽ പ്രധാനമായിട്ടും പറയുന്നത്, പ്രധാനപ്പെട്ട തസ്തികയെന്ന് പറയാൻ കൊമേഴ്ഷ്യൽ കം ക്ലർക്ക് 2424 ഒഴിവുകൾ, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 394 ഒഴിവുകളും, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 163 ഒഴിവുകളും, ട്രെയിൻസ് ക്ലർക്ക് 77 ഒഴിവുകളും. ഇത് പ്രധാനപ്പെട്ട തസ്തിക മാത്രമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ പറയുന്ന 3058 ഒഴിവുകളിൽ പിന്നെയും കുറേ തസ്തികകളുണ്ട്. അത് അവരവരുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ വെച്ച് നിങ്ങൾക്ക് സൈറ്റിൽ കയറിയിട്ട് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്. എങ്കിലും ഇത് നമുക്ക് +2 പാസ് യോഗ്യത ഉപയോഗിച്ച് കൊടുക്കാൻ കഴിയുന്ന ഒഴിവുകളാണ്. യോഗ്യതാ മാനദണ്ഡം പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത +2 പാസ്സായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യമായിട്ട് +2ന് തത്തുല്യമായ ഏതെങ്കിലും ഒരു കോഴ്സ് പാസ്സായിരിക്കണം. അതുപോലെ പ്രായപരിധി പറയുകയാണെങ്കിൽ ജനുവരി 2026 ജനുവരി 1 നിങ്ങൾക്ക് 18 വയസ്സ് പൂർത്തിയാവുകയോ 30 വയസ്സ് കഴിയാതിരിക്കുകയോ വേണം. പ്രത്യേകം ഓർക്കുക, ജനുവരി 1 അപ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ജനുവരി 1 തന്നെ നമുക്ക് 18 തികഞ്ഞിട്ടുണ്ടോയെന്നും അഥവാ 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പിന്നീട് SC ST OBC കാറ്റഗറിക്കാർക്ക് അതിൻ്റേതായ ആനുകൂല്യങ്ങൾ ഉണ്ട്. വയസ്സിനുള്ള ആനുകൂല്യം മറ്റുള്ള പരീക്ഷകൾ പോലെ തന്നെ വയസ്സിനുള്ള ആനുകൂല്യങ്ങൾ. പരീക്ഷയ്ക്ക് അപേക്ഷാ ഫീസുണ്ട് നമുക്ക്. അത് ജനറൽ OBC EWS വിഭാഗക്കാർക്ക് 500 രൂപയാണ് പരീക്ഷാ ഫീസ്. പക്ഷേ നമ്മൾ ആ പരീക്ഷ 1ാം ഘട്ടത്തിലെ പരീക്ഷയ്ക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയ്ക്ക് നമ്മൾ ഹാജരാവുകയാണെങ്കിൽ ഈ 500 രൂപയിൽ നിന്നും 400 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ടായി വരും. അതുപോലെ SC ST ഭിന്നശേഷിക്കാർ, വനിതകൾ, ട്രാൻസ്ജെൻഡേഴ്സ്, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് 250 രൂപയാണ് പരീക്ഷാ ഫീസെങ്കിലും അത് പൂർണ്ണമായും ഫസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും അവരുടെ അക്കൗണ്ടിൽ തന്നെ അത് തിരിച്ചു വരും. പിന്നെ പ്രത്യേകം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പേരിൽ തന്നെയുള്ള ആക്റ്റീവായിട്ടുള്ള, അത് പ്രത്യേകിച്ച് ആധാർ സീറഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് തന്നെ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ പരീക്ഷാ ഫീസ് റീഫണ്ട് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും, ചിലപ്പോൾ കിട്ടത്തില്ലെന്ന് തന്നെ പറയാം. അപ്പോൾ അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ജനറൽ OBC EWSന് 500, SC ST, വനിത, ട്രാൻസ്ജെൻഡേഴ്സ്, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് 250 രൂപയും മാത്രമാണ് അപേക്ഷാ ഫീസായിട്ട് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പറയുകയാണെങ്കിൽ 5 ഘട്ടങ്ങളാണ്. 1ാം ഘട്ടത്തിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് സ്ക്രീനിങ് ടെസ്റ്റ്, രണ്ടാം ഘട്ടത്തിലും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു സ്കിൽ ടെസ്റ്റാണ്, പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, പിന്നെ മെഡിക്കൽ പരിശോധന തുടങ്ങി 5 ഘട്ടങ്ങളിലൂടെ കടന്നാണ് നമ്മൾ ഈ പരീക്ഷയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ. പിന്നെ ആവശ്യമായ രേഖകളെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് ഒരു ഫോട്ടോ വേണം. അതുപോലെ ഈ അടുത്തിടെ എടുത്തൊരു ഫോട്ടോ തന്നെ വേണം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. പിന്നെ ഒപ്പ്, സർട്ടിഫിക്കറ്റുകൾ എന്ന് പറയുമ്പം SSLC +2 ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സംവരണക്കാർക്കും മറ്റുള്ള വൈകല്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ഹാജരാക്കണം. സംവരണ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ജനറൽ വിഭാഗമാകുമ്പോൾ EWS കാറ്റഗറിയിലുള്ളവർക്ക് EWS സർട്ടിഫിക്കറ്റ് വേണം. OBC വിഭാഗമാണെങ്കിൽ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ RRBയുടെ വെബ്സൈറ്റിൽ തന്നെ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അത് തഹസീൽദാരെ കൊണ്ട് താലൂക്കിൽ നിന്നും എഴുതി വാങ്ങേണ്ടതാണ്. അതുപോലെ SC ST വിഭാഗത്തിന് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. അതും മേൽപ്പറഞ്ഞ പോലെ തന്നെ വെബ്സൈറ്റിൽ അതിൻ്റെ ഒരു മാതൃകയുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് താലൂക്കിൽ നിന്നും തഹസീൽദാരെ കൊണ്ട് എഴുതി വാങ്ങി ഈ അപേക്ഷയിൽ സമർപ്പിക്കേണ്ടതാണ്. അപ്പം ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ SSLC ആയാലും +2 ആയാലും സംവരണ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ അപേക്ഷാ സമയത്ത് നിങ്ങളുടെ കയ്യിൽ കാണണം. അത് പിന്നീടത്തേക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. അതുപോലെ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കഴിയുമ്പോൾ കിട്ടുന്ന പ്രിൻ്റ് ഔട്ട് നമ്മൾ സൂക്ഷിച്ച് തന്നെ വെക്കണം. അത് നിങ്ങൾക്ക് പിന്നീടുള്ള കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കേണ്ടതാണ്. കൂടാതെ
ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം RRB സൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വൺ ടൈം രജിസ്ട്രേഷൻ സൈറ്റാണ്. അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID അത് നമ്മുടെ തന്നെ ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്കിത് ഓപ്പൺ ആക്കുമ്പം അത് ആ നമ്പർ ഇല്ലാതെയോ അല്ലെങ്കിൽ ഇമെയിൽ ID നഷ്ടപ്പെടുകയൊക്കെ ചെയ്താൽ വളരെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ തിരിച്ചെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ആപ്ലിക്കേഷനെ അത് ബാധിക്കും. പിന്നെയുള്ള പ്രോസസ്സുകളിൽ ഓരോന്നിലും നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആക്കാനും ഒക്കെ അത് ബുദ്ധിമുട്ടാണ്. അപ്പം സ്വന്തമായിട്ട് ആദ്യം തന്നെ നിങ്ങളൊരു ഇമെയിൽ IDയും ഫോൺ നമ്പറും ഉണ്ടാക്കിയതിന് ശേഷം അത് തന്നെ കൊടുത്ത് ഇത് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ വേക്കൻസികളൊക്കെ ഓരോ സോണൽ ബേസിലാണ് വന്നിരിക്കുന്നത്, ഓരോ ഏരിയ ബേസിൽ. അപ്പോൾ അത് നിങ്ങൾ ഇത് അപേക്ഷിക്കാൻ കയറുമ്പോൾ തന്നെ വെബ്സൈറ്റിൽ വ്യക്തമായിട്ടുള്ള ഓരോ ഏരിയ സോണൽ ബേസിൽ എത്ര വേക്കൻസീസ് ഓരോ കാറ്റഗറിക്കും ഉണ്ടെന്നും അതുപോലെ തന്നെ ഓരോ ആപ്ലിക്കേഷൻസിന് ഓരോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ വിഭാഗങ്ങൾക്ക് എത്ര വീതം ഉണ്ടെന്നൊക്കെ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി നിങ്ങൾ കയറി വായിച്ച് നോക്കിയിട്ട് വേണം അപേക്ഷ അയക്കാൻ. കാരണം അതിപ്പോൾ ഓരോന്നും ഞാനിവിടെ പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ വളരെ ലെങ്തി ആയി പോവും. അപ്പം അത് നമുക്ക് കേൾക്കുന്നതിന് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കഴിവതും അത് തന്നെ കയറി നോക്കുക. എല്ലാവരും കഴിവതും അപേക്ഷ അയക്കാൻ ശ്രദ്ധിക്കുക.